പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഷഅബാൻ മാസത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസത്തിലാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആയത്ത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന പരിശുദ്ധ വാക്യം ഇറങ്ങിയ മാസം. മുത്തുനബി തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഷഅബാൻ നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മിലേക്ക് വരാനിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടി അല്ലാഹു തആല നൽകുന്ന ഒരു സമ്മാനമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ ആഖിറമാകുന്ന ലോകത്ത് റമദാൻ നമുക്കെതിരെ സാക്ഷി നിൽക്കുകയാണെങ്കിൽ ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാവുകയില്ല. എല്ലാവരും നമ്മളെ കൈവെടിയും. അത് നമുക്കുണ്ടാകാൻ പാടില്ലല്ലോ. ഒരു മരിച്ച വ്യക്തിയെ പുനർജീവിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹം പറയൂല എനിക്കൊരു കോടി വേണമെന്ന്. അദ്ദേഹം പറയൂല എനിക്ക് വിലമതിപ്പുള്ള ഒരു കാറ് വേണമെന്ന് പറയൂല. മറിച്ച് അദ്ദേഹം പറയുന്നത് റമദാൻ മാസത്തിലെ ഒരു ദിനം വേണമെന്നാണ് പറയുന്നത്. ഒരു സൽക്രമം ചെയ്താൽ അത്രയധികം പ്രതിഫലം നൽകുന്ന ഒരു മാസം വേറെയുണ്ടോ? അങ്ങനെയുള്ള ഒരു മാസമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. ആ മാസത്തെ എങ്ങനെയാണ് വരവേൽക്കേണ്ടത് അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി റമദാൻ മാസം വരുമ്പോഴേക്ക് നല്ല ശുദ്ധമായ മനസ്സോടെ, പളുങ്ക് പോലെയുള്ള മനസ്സോടെ വേണം നമ്മൾ റമദാൻ മാസത്തെ വരവേൽക്കാൻ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.